ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. റെയിൽവേയുടെ ഇനി വരാൻ പോകുന്ന എക്സാമുകളുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ഡിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നത്. മുൻപൊരു വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു, അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2017 വ്യത്യസ്ത മൊബൈൽ കമ്പനികളുടെ ആകെ വിൽപ്പനയാണ് ഈ പൈഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേഴ്സിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട സെക്ടറിൽ ചാപം സൃഷ്ടിക്കുന്ന ഡിഗ്രി എത്രയാണ്? അതേഴ്സോടെ പച്ച കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഭാഗമാണ് അതേഴ്സ്, 40%. നമുക്കറിയാം ഒരു വൃത്തം എന്ന് പറയുന്നത് അതിൻ്റെ മൊത്തം ഡിഗ്രി 360 ആയിരിക്കും. ഈ മൊത്തം 360 ആയിരിക്കും. അതിൻ്റെ പകുതി ഇത്രയും ഭാഗം 180 ആയിരിക്കും. മൊത്തം എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പോൾ ഇത്രയും മൊത്തം 360 ആണ്. അതിൻ്റെ 40% അതേഴ്സ്. 360ൻ്റെ 40% കണ്ടുപിടിച്ചാൽ മതി. 360 × 40/100. ഇതാണ് 360ൻ്റെ 40%. ഈ 0 ഈ 0 ഈ 0 ഈ 0 വെട്ടിപ്പോയി. ബാക്കിയുള്ളത് 36 × 4 ആണ്. 6 4 24, ശിഷ്ടം 2, 3 4 12, 12 2 14, 144. ഓപ്ഷൻ സി 144. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു വൃത്തത്തിൻ്റെ മൊത്തം ശതമാനം എന്ന് പറയുന്നത് 360% ആയിരിക്കും. 360 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ ഫുട്ബോൾ F, ഹോക്കി H, ബാസ്കറ്റ്ബോൾ B എന്നിവ കളിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കാണിക്കുന്നു. ഇതാണ് ആ ചിത്രം. കായിക ഇനം B കളിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം. കായിക ഇനം B എന്ന് പറയുന്നത് ഇതാണ്. ഈ B എന്ന് പറയുന്നത് ഈ വട്ടമാണ്. അപ്പോൾ ആ വട്ടത്തിൽ കളിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കാം. ഈ വട്ടത്തിനുള്ളിൽ വരുന്നത് 20 + 13 + 15 + 14. ഈ 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. കായികനം B കളിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കിട്ടും. ഈ 14ഉം 15ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ Bയും Hഉം കളിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കിട്ടും. അതേപോലെ 15ഉം 13ഉം കൂട്ടിക്കഴിഞ്ഞാൽ Bയും Fഉം കളിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കിട്ടും. ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് B കളിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം മാത്രമാണ്. അത് കിട്ടാൻ വേണ്ടി 20ഉം 13ഉം 15ഉം 14ഉം തമ്മിൽ കൂട്ടിയാൽ മതി. 20 + 13 എന്ന് പറയുന്നത് 3 33 + 15 8 4 + 14 2 ശിഷ്ടം 1 5 6 62. ഓപ്ഷൻ സി 62. ഇതിന് ആൻസറായിട്ട് വരുന്നത് 62 ആണ്. താഴെ കാണുന്ന ചിത്രത്തിലുള്ള ശരിയായ ജലബിംബം തിരഞ്ഞെടുക്കുക. അതായത് ഈ ഒരു ചിത്രം അത് ജലത്തിൽ കാണിച്ചാൽ എങ്ങനെയായിരിക്കും? അതിൻ്റെ മിറർ ഇമേജാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഷീറ്റിൽ വരയ്ക്കുക. അതിനുശേഷം അത് തലതിരിച്ച് പിടിച്ച് വെളിച്ചത്തിൻ്റെ നേർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അതെങ്ങനെയാണോ കാണുന്നത് അതേപോലെ ആയിരിക്കും അതിൻ്റെ ആൻസറും വരുന്നത്. പക്ഷേ ഇതങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പ്രതിബിംബമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ തന്നെയായിരിക്കും ഇപ്പുറത്തും കിട്ടുന്നത്. ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ആകൃതിക്ക് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ 2 ഷെയ്ഡില്ല. അപ്പോൾ അത് ഒഴിവാക്കാം. എ ഒഴിവാക്കാം. പിന്നെ ബി ആകൃതിയെല്ലാം ഒരേപോലെയാണ്. സിക്കും ആകൃതിയെല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഡിക്ക് ആകൃതി വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ വരുന്നത് ബിയും സിയുമാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വരുന്നത് മുകളിൽ ഈ ഷെയ്ഡില്ലാത്ത വൃത്തമാണ് വരുന്നത്. ആ ഷെയ്ഡില്ലാത്ത വൃത്തം വരുന്നത് ബിയിൽ മാത്രമാണ്. ഓപ്ഷൻ ബി. ലോജിക്കിലൂടെ കണ്ടുപിടിക്കേണ്ട ഉത്തരങ്ങളാണിതെല്ലാം. ഇപ്പം നിങ്ങളുടെ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കുക. സ്ത്രീകൾക്കെതിരായ ലിംഗവിവേചനം അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന മന്ത്രാലയം ഡാഷ് എന്ന് വിളിക്കുന്ന ഒരു ഓൺലൈൻ ക്യാമ്പയിൻ ആരംഭിച്ചു. അത് ആഷ് ഞാൻ ആ വനിതയാണ്. ആഷ് ഐ ആം ദാറ്റ് വുമൺ. അതാണ് സ്ത്രീകൾക്കെതിരായ ലിംഗവിവേചനം അവസാനിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന മന്ത്രാലയം ആരംഭിച്ച ഒരു ഓൺലൈൻ ക്യാമ്പയിൻ. ഞാൻ ആ വനിതയാണ്, ആഷ്. അടുത്ത ക്വസ്റ്റ്യൻ, Mnന്റെ ഓക്സൈഡുകളുടെ അമ്ലത യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്ന ക്രമമാണ്. MnO > MnO2 > Mn2O2. ഈ ഓർഡറിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാവരും വനിത ജീവനക്കാരാണ് എന്ന പ്രത്യേകത കൊണ്ട് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡുകളിൽ ഇടം നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മാട്ടുംഗ റെയിൽവേ സ്റ്റേഷനാണ് എല്ലാവരും വനിതാ ജീവനക്കാരാണ് എന്ന പ്രത്യേകത കൊണ്ട്
ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ റെയിൽവേ സ്റ്റേഷൻ. പ്രയോഗിച്ച ബലത്തിൻ്റെ ദിശയും വസ്തു ചലിക്കുന്ന ദിശയും പരസ്പരം ലംബമാണെങ്കിൽ പ്രവൃത്തി ചെയ്തിട്ടില്ല. പ്രയോഗിച്ച ബലത്തിൻ്റെ ദിശയും വസ്തു ചലിക്കുന്ന ദിശയും പരസ്പരം ലംബമാണെങ്കിൽ പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ, വൃത്താകൃതിയിലുള്ള ഒരു മുറിയുടെ നിലം പ്രതി ചതുരശ്ര മീറ്ററിന് 10 രൂപ നിരക്കിൽ കല്ല് പാകുന്നുള്ള ചിലവ് രൂപ 1540 രൂപയാണ്. ഇത് പ്രതി മീറ്ററിന് 6 രൂപ നിരക്കിൽ വേലി കെട്ടുന്നുള്ള ചിലവ് എത്രയാണ്? അപ്പോൾ വൃത്താകൃതിയിലുള്ള ഒരു മുറി, അതിന് ചതുരശ്ര മീറ്ററിന് കല്ല് പാകുന്നുള്ള ചിലവ് 1540 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് ഈ പറഞ്ഞതിൽ നിന്ന് കിട്ടും. അതെങ്ങനെ കിട്ടും നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചതുരശ്ര മീറ്ററിന് 10 രൂപ നിരക്കിലാണ്. മൊത്തം ചിലവ് 1540 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടി ഈ 1540നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. 10 കൊണ്ട് ഹരിച്ചാൽ 154 കിട്ടും. ഇതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ നമുക്ക് കിട്ടി 154. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത് പ്രതി മീറ്ററിന് 6 രൂപ നിരക്കിൽ വേലി കെട്ടുന്നുള്ള ചിലവ് എത്രയാണ്? അതായത് ഇതിന് ചുറ്റും ഒരു വേലി കെട്ടുന്നു, അതിനുള്ള ചിലവ് എത്രയാണ്? ഈ വേലി കെട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് പെരിമീറ്ററാണ്, അതായത് ചുറ്റളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചുറ്റളവ് കണ്ടുപിടിച്ചിട്ട് അതിനെ 6 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടും. ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അതുപോലെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr-ഉം ഏരിയ എന്ന് പറയുന്നത് πr²-ഉമാണ്. ഇനി നമുക്ക് πr² എന്ന് പറയുന്നത് 154 എന്ന് കിട്ടി. പൈ എന്ന് പറയുന്നത് 22/7 ആണ്. ഇൻറ്റു r² ഈസ് ഈക്വൽ ടു 154. ഇനി 154 ഈ 7-ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, ഇൻറ്റു 7, 22-ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹരിക്കണം 22 ആവും. ഈക്വൽ ടു r² എന്ന് കിട്ടും. ഇനി 22-നെയും 154-നെയും 11 കൊണ്ട് ഹരിക്കാം. 22-നെ 11 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. 154-നെ 11 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 14 കിട്ടും. ഇനി ഈ 2-നെയും ഈ 14 നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ 7 കിട്ടും. 7 ഇൻറ്റു 7 ആണ് r². അതായത് 49 ഈക്വൽ ടു r². r എന്ന് പറയുന്നത് √49 ആണ്, അത് 7 ആണ്. അപ്പോൾ നമുക്ക് r ഈക്വൽ ടു 7 എന്ന് കിട്ടി, റേഡിയസ് 7 എന്ന് കിട്ടി. ഇനി നമുക്ക് എളുപ്പമാണ് ചുറ്റളവാണ് 2πr ആണ്. 2 ഇൻറ്റു 22/7 ഇൻറ്റു r എന്ന് പറയുന്നത് 7 ആണ്. ഈ 7ഉം വെട്ടിപ്പോയി. ബാക്കി 2 ഇൻറ്റു 22 ഈക്വൽ ടു 44. അപ്പോൾ നമുക്ക് ചുറ്റളവ് 44 എന്ന് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് പ്രതി മീറ്ററിന് 6 രൂപ നിരക്കിൽ, അതായത് 44 മീറ്റർ മൊത്തം കിട്ടി. അതിന് 6 രൂപ നിരക്കിൽ, അതിന് 44 ഇൻറ്റു 6 ചെയ്താൽ മതി. 6 4 24 4 ശിഷ്ടം 2, 6 4 24, 24 2 26, 264. ഓപ്ഷൻ സി 264. ഇവിടെ ഓർത്തിരിക്കേണ്ട 2 ഇക്വേഷനാണ്. ഒരു വൃത്തത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ആണ്. അതുപോലെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πr ആണ്. പൈ എന്ന് പറയുന്നത് നമുക്ക് 3.14 എന്നെടുക്കാം, അതല്ലെങ്കിൽ 22/7 എന്നെടുക്കാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ 22/7 എടുക്കുന്നതാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പം. ഓക്കെ, അടുത്ത് 420 വിദ്യാർത്ഥികളുള്ള ഒരു കോളേജിൽ ഓരോ വിദ്യാർത്ഥിയും 5 വിഷയങ്ങൾ വായിക്കുന്നു. ഓരോ വിഷയം 60 വിദ്യാർത്ഥികൾ വായിക്കുന്നുണ്ട്. വിഷയത്തിൻ്റെ എണ്ണം എത്രയാണ്? ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. 420 ഹരിക്കണം 60, 42 ഹരിക്കണം 6 എന്ന് പറയുന്നത് 7 ആണ്. 7 ഇൻറ്റു 5 ചെയ്താൽ മതി. 7 5 35, കൃത്യം 35. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 420 വിദ്യാർത്ഥികൾ, ഓരോ വിഷയം 60 വിദ്യാർത്ഥികൾ വീതം വായിക്കുന്നുണ്ട്. ഒരു വിഷയം വായിക്കുന്ന 60 വിദ്യാർത്ഥികളാണ്. അപ്പോൾ 420-നെ 60 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 7 കിട്ടും. ആ 7-നെ ഓരോ വിദ്യാർത്ഥികളും വായിക്കുന്ന 5 വിഷയങ്ങളാണ്. അപ്പോൾ 5 ഇൻറ്റു 7 35. നൽകിയിട്ടുള്ള പ്രസ്താവനയും വാദങ്ങളും പരിഗണിക്കുകയും ഏത് വാദങ്ങൾ ആണ് പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ശക്തമായെന്ന് തീരുമാനിക്കുകയും ചെയ്യുക. പ്രസ്താവന ഇതാണ്:
ജോലിക്കാർക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസിൽ ദന്തപരിചരണവും ഉൾപ്പെടുത്തുമോ? ആണ് ക്വസ്റ്റ്യൻ. വാദങ്ങൾ ഇതാണ്. അതെ, ദന്തചികിത്സ ചിലവേറിയതാണ്. ഇൻഷുർ ചെയ്താൽ അത് ജോലിക്കാർക്ക് വലിയ സഹായകരമായിരിക്കും. വാദം 2 ഇതാണ്. ഇല്ല, എല്ലാ ദന്തചികിത്സകളും കോസ്മെറ്റിക് മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. അതിനാൽ ഇത് മെഡിക്കൽ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താനാവില്ല. ഇതിൻ്റെ ആൻസറായിട്ട് വന്നിരിക്കുന്നത് വാദം 1 മാത്രമാണ് ശക്തമായതെന്നാണ്. അതെ, ദന്തചികിത്സ ചിലവേറിയതാണ്. ഇൻഷുർ ചെയ്താൽ അത് ജോലിക്കാർക്ക് വലിയ സഹായകരമായിരിക്കും. അതുമാത്രമാണ് ഇവിടെ ശക്തമായിട്ടുള്ള വാദം. മറ്റ് ഇല്ല, എല്ലാ ദന്ത ചികിത്സകളിലും കോസ്മെറ്റിക് മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. അതിനാൽ ഇത് മെഡിക്കൽ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താനാവില്ല. അത് ശരിയായിട്ടുള്ള വാദമല്ല, ശക്തമായിട്ടുള്ള വാദമല്ല. അടുത്ത ക്വസ്റ്റ്യൻ. 2.06 എത്ര ചേർത്താൽ 3.1 ലഭിക്കും? അതായത് 2.06 ഏതോ ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ 3.1 കിട്ടും. ഇത് കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമാണ്. 3.1 നിന്ന് 2.06 കുറച്ചാൽ മതി. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ 0 നിന്ന് 6 കുറയ്ക്കാൻ പറ്റില്ല. 10 നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 4. പിന്നെ ഇവിടെ വരുന്നത് 0 0 നിന്ന് 0 കുറച്ചാൽ 0 പോയിൻറ്റ്. പിന്നെ ഇവിടെ 3 2 കുറച്ച് കഴിഞ്ഞാൽ 1 1.04. ഓപ്ഷൻ ബി 1.04. അടുത്ത ക്വസ്റ്റ്യൻ. മുകളിൽ കാണുന്ന ചിത്രം വരയ്ക്കാൻ ആവശ്യമായ കുറഞ്ഞ എണ്ണം നേർവരകൾ എത്രയാണ്? ഇത് വളരെ എളുപ്പമാണ്, കണ്ടുപിടിക്കാൻ എളുപ്പവഴിയുണ്ട്. വരകൾ വരച്ചു നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 11 നേർവരകൾ. ഓപ്ഷൻ ഡി 11. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യത്തെ വാക്കുമായി രണ്ടാമത്തെ വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ അതേ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വാക്ക് തിരഞ്ഞെടുക്കുക. ക്യാപ്റ്റൻ, സോൾജിയർ. അടുത്ത് എംപ്ലോയർ. സോൾജിയറിൻ്റെ മുകളിൽ ക്യാപ്റ്റനാണ്. അതുപോലെ എംപ്ലോയറിൻ്റെ താഴെയുള്ളത് എംപ്ലോയിയാണ്. ജോലി കൊടുക്കുന്ന ആളും ജോലിക്കാരനും.